ഇന്നത്തെ യാത്ര പ്രകൃതി വിസ്മയം തീർക്കുന്ന കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം റാണിപുരത്തേക്കാണ്. ഞങ്ങൾ വൈകുന്നേരമാണ് പുറപ്പെട്ടത്. ഇന്നവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ മല കയറാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങൾ നേരത്തെ തന്നെ റൂമുകളെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റാണിപുരത്ത് തന്നെയുള്ള ഒരു റിസോർട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. 50 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തിച്ചേരാൻ. അതിനാൽ തന്നെ ഏറെ വൈകിയിരുന്നു ഞങ്ങൾ അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. രാത്രിക്കുള്ള ഭക്ഷണം ഞങ്ങൾ റെഡിയാക്കി കയ്യിൽ കരുതിയിരുന്നു. രാത്രി ആയതിനാൽ റിസോർട്ടിൻ്റെ നല്ല വീഡിയോസൊന്നും പകർത്താൻ പറ്റിയില്ല. രാവിലെ ആയിട്ട് വേണം നല്ലൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ. അവിടെ എത്തിയപ്പോൾ തന്നെ ഭക്ഷണത്തിൻ്റെ പരിപാടികൾ നോക്കി തുടങ്ങിയിരുന്നു. മസാല പുരട്ടിയ ചിക്കൻ ഞങ്ങൾ കനലിൽ ചുട്ടെടുക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. മെയിൻ ഷെഫായിട്ട് വൈജിയേട്ടനും അരികുമാറും കിഷോറാട്ടനും പിന്നെ രജിലാട്ടനുമുണ്ട്. ഭക്ഷണം റെഡിയായിട്ട് വേണം സ്വിമ്മിംഗ് പൂളിൽ തലകുത്തി മറയാൻ വേണ്ടിയിട്ട്. രാവിലെ തന്നെ വീഡിയോ എടുക്കാനായി ഞങ്ങൾ പുറത്തിറങ്ങി. കൂടെ എല്ലാവരും ഉണ്ട്. ആദ്യം തന്നെ റിസോർട്ടിൻ്റെ ഡ്രോൺ വീഡിയോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ച റിസോർട്ട്. നല്ലൊരു റിസോർട്ട് തന്നെയാണിത്. ഇതിൻ്റെ പേര് വരുന്നത് പീക്കോക്ക് എന്നാണ്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഞങ്ങൾ നേരത്തെ ഓർഡർ ചെയ്തിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് ഇവിടെ തന്നെയുള്ള ഒരു വാച്ചിങ് ടവറിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി.
അങ്ങനെ ഞങ്ങൾ റിസോർട്ടിനോട് ടാറ്റ പോയി പറഞ്ഞ് മല കയറാൻ വേണ്ടി റാണിപുരത്തിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തിച്ച് ചെന്നു. ഇവിടെ എത്തിയപ്പോൾ വെറുതെ വട്ടം കറങ്ങിക്കൊണ്ടിരുന്ന ഒരുത്തനെ കണ്ടു, ഒരു പട്ടിയെ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ മല കയറാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് കവറുകളെല്ലാം ഏൽപ്പിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദേ പോകുന്നവൻ്റെ കയ്യിൽ പ്ലാസ്റ്റിക് കവറല്ലേ? അതെ, അതിന് എക്സ്ട്രാ 100 രൂപ നമ്മൾ അവിടെ അടച്ചിട്ട് വേണം മുകളിലോട്ട് കയറാൻ. തിരിച്ച് വരുമ്പോൾ ഈ ട്രെയിൻ കോട്ട് അവിടെ കാണിച്ചാൽ നമുക്ക് തിരിച്ച് ഫണ്ട് തരുന്നതാണ്. ആദ്യം നല്ല ആവേശമുണ്ടായിരുന്നു. പോകെ പോകെ ആ ആവേശമെല്ലാം പോയി തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് നല്ല കോടമഞ്ഞും നല്ല അരുവിയുടെ ശബ്ദവും കിളികളുടെ നാദവും മനസ്സിനെ കുളിരണിയിക്കുന്നതായിരുന്നു. നടന്ന് നടന്ന് മനുഷ്യൻ ഒരു വിധമായി. മുകളിൽ ചെന്നിട്ട് വേണം കുറച്ച് വിശ്രമിക്കാൻ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പോയിന്റായ പുൽമേട് എത്തിച്ചേർന്നു. ഇവിടെ എത്തിയപ്പോൾ നല്ല കോടമഞ്ഞ്, ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന മഴ, സെക്കൻഡുകൾ വെച്ചാണ് ഇവിടെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയുമില്ലാത്ത കാറ്റും. ഇവിടെ നിന്നും കുറെ പോവാനുണ്ട് മെയിൻ പോയിന്റിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. കയ്യിലുള്ള കോട്ട് ഒന്ന് പറത്തി കളിച്ചാലോ എന്ന് വിചാരിച്ചു. കേശവനാണെങ്കിൽ ദൂരെ മാറി നോക്കിയിരിക്കുന്നു. കുട്ടാപ്പിയാണെങ്കിൽ സ്വപ്നങ്ങൾ അയോർക്കിക്കൊണ്ടിരിക്കുന്നു.
ഇവിടെ വന്നപ്പോൾ തട്ടത്തിൻ മറയത്തിലെ നിവിൻ പോളി പറഞ്ഞ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ല സാറേ ആവുന്നില്ലേ, ആ ഒരു ഡയലോഗ്. കോടമഞ്ഞ് കയറി വന്ന പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല. അങ്ങ് താഴെ കർണാടകയിലെ കുറച്ച് ടൗണുകൾ കാണാം. ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് ഊട്ടിയുടെ അതേ ക്ലൈമറ്റ് അനുഭവിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവസാന സ്പോട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇതുവരെ വന്നതും കഷ്ടപ്പെട്ടതും ഒന്നും വെറുതെ ആയില്ല എന്ന്. അങ്ങനെ ഈ ഒരു ചെറിയ ബ്ലോഗ് ഇവിടെ തീരുകയാണ്. ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടണേ. പിന്നെ ലൈക്ക് അടിക്കാനും കമൻ്റ് അടിക്കാനും ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം.